ചേച്ചി, ഓപ്പറേഷൻ സക്സസ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് ബാഗ് നമ്മുടെ ആൾക്കാരെ കിട്ടി. 1 മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ആര് പ്രശ്നം ഉണ്ടാകാനാ? ഞാൻ പറഞ്ഞില്ലേ, അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പോലും അമൃതയുടെ കൂടെ ഇല്ലെന്ന്. അങ്ങനെ കലാവതി കളി ജയിച്ചു തുടങ്ങുക. ഞാൻ നോട്ട വിട്ടുവെച്ച സ്വർണം ഇനി എനിക്ക് സ്വന്തം. ഇനി എന്റെ അടുത്ത ലക്ഷ്യം പഞ്ചരത്നം. എന്റേത് അമൃതയും. പഞ്ചരത്നം നമ്മുടെ കയ്യിൽ വന്നാ പിന്നെ അമൃതയെ നിനക്ക് കിട്ടാൻ എന്താ പ്രയാസം? അവള് കരഞ്ഞോണ്ട് നിന്റെ പിന്നാലെ വരും. എല്ലാം കഴിഞ്ഞ് ചന്ദ്രസേനനെ എനിക്കൊന്ന് കാണണം. ഒരിക്കൽ കൂടി എന്റെ മുമ്പിൽ നിന്നൊന്ന് വെല്ലുവിളിക്കാനുള്ള കരുത്തയാൾ കൊണ്ടോന്നൊന്ന് അറിയണമല്ലോ. അല്ല, ഇതെവിടെയാ? ഇറങ്ങ്, പറയാം. ശിവൻകോവിലിൽ എന്താ വിശേഷം? അത് ഒരു കല്യാണമുണ്ട്. കല്യാണോ? ആരുടെയാ? എൻ്റെ ഒരു അനിയത്തി കുട്ടിയുടെ. ചന്ദ്രനങ്ങളും അമൃതയെ അനുഗ്രഹിക്കാതെ അവൾക്ക് താലി കെട്ടാൻ പറ്റില്ലെന്ന്. നിങ്ങളും ഉണ്ടോ? ഞങ്ങൾ വരാതെ പറ്റുമോ? ഞങ്ങളോ നല്ല കാര്യം നടക്കൂ. പ്രത്യേകിച്ചതാ ഇവൻ. ഇന്ന് ആകാശിന്റെ കല്യാണോ? കല്യാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ എത്ര മനസ്സിലാക്കാതിരിക്കുന്നു? ഒരു കല്യാണം കഴിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഓരോ പ്രാവശ്യവും ഓരോ തടസ്സം. എങ്കിൽ പിന്നെ ആളുകളുടെ സൗകര്യത്തിന് നിൽക്കാതെ കാര്യം നടത്തുമെന്ന് വിചാരിച്ചു. അതാണ് പെൺകുട്ടി. അബി, എന്താ ഇതൊക്കെ? ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? അത് പിന്നെ അഖിലേ, എന്താ ഇതൊക്കെ? അബിയേട്ടനും ആകാശേട്ടനും മാമനും കൂടി ആലോചിച്ചുണ്ടാക്കിയ പ്ലാനാ. അച്ഛനെയും ചേച്ചിയും പിന്നെ അറിയിക്കാന്ന് പറഞ്ഞു. അതെന്ത് മര്യാദയാ? എന്റെ കാര്യം വിട്. അച്ഛനോട് പറയാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് മനഃപൂർവ്വം മോളെ. അറിയിച്ച ഇങ്ങനൊരു കല്യാണം നടത്താൻ നിങ്ങൾ സമ്മതിക്കില്ലായിരുന്നല്ലോ. എന്റെ നിർബന്ധമായിരുന്നു അമൃതേച്ചി. എന്റെ അമ്മയുടെ അഹങ്കാരത്തിനുള്ള മറുപടി കൂടിയാ ഇങ്ങനൊരു കല്യാണം. കുറച്ച് പൊന്നിനു വേണ്ടി അമ്മ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ കല്യാണത്തോടെ ഒക്കെ അവസാനിക്കും. ഇതൊന്നും ശരിയാവില്ല. ഒരു ദിവസവും മുഹൂർത്തവും നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അന്ന് കല്യാണം നടത്തിയാ പോരായിരുന്നോ? അതുവരെ കാത്തുനിന്നാലേ അംബികയും കലാവതിയും ദിവ്യപ്രഭയും ചേർന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കി അത് മുടക്കും. മാമി ആഭരണങ്ങൾ ആവശ്യപ്പെട്ട് അമൃതേച്ചി ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എനിക്ക് പൊന്നും പണമൊന്നും വേണ്ട. എന്റെ പേരിൽ അമ്മ ഇനി അമൃതേച്ചിയെ കഷ്ടപ്പെടുത്തരുത്. സഹദേവ, ഒരാഭരണം ഇല്ലാതെ വീട്ടിൽ കയറി ചെന്ന അമ്പയെ കയറ്റും തോന്നുന്നുണ്ടോ? സ്വീകരിക്കോളിയാ, അതിനല്ലേ ഞാൻ കൂടെ ഉള്ളത്. ഇത് കുഴപ്പമാവുന്ന എനിക്ക് തോന്നുന്നേ. അമൃതേച്ചി ഇങ്ങനെ പേടിക്കാതെ.
ആകാശേട്ടന് സ്ത്രീധനം വേണ്ടാത്ത സ്ഥിതിക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങുന്നത് ശരിയല്ലല്ലോ. അതെ, എല്ലാരും വരൂ, തിരുമേനി വിളിക്കുന്നുണ്ട്. മുഹൂർത്തത്തിന് സമയമായി. മകളെ ആ പോടാ, അങ്ങോട്ട് പോ. വാ മോളെ. നമ്മളറിയാതെ എന്തൊക്കെയാ ചെയ്ത് നടക്കുന്നത്? ഇങ്ങനെ നടക്കാനായിരിക്കും വിധി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.